ഏപ്രിൽ 17, 2015 രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. മഹാരാഷ്ട്രയിലെ താനെയുടെ അടുത്തുള്ള മുംറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു വീട്ടിൽ ഫരീദ ഖാത്തൂൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നു. 38 വയസ്സായിരുന്നു അവർക്ക് പ്രായം. അവർ ആകെപ്പാടെ ടെൻസ്ഡ് ആയിട്ട് വീടിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിനെ പോലെ തന്നെ ഇടയ്ക്ക് ഡോറിൻ്റെ അവിടെ ഒന്ന് നോക്കുന്നുമുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു ഡോറിൻ്റെ അവിടെ വന്ന് ഇരിക്കാനായിട്ട് തുടങ്ങി. ഇവർ കുറച്ചു നേരം ഇരിക്കുന്നത് കണ്ടപ്പോൾ അയൽവക്കത്തെ സ്ത്രീ വന്നിങ്ങേറ്റ് ചോദിക്കുകയാണ് എന്താണ് പറ്റിയെന്നുള്ളത്. ആ ഒരു ചോദ്യത്തിൽ തന്നെ ഇവർ കരയാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ഉണ്ടായ കാര്യവും പറഞ്ഞു. ഇവരുടെ മകനായിട്ടുള്ള സുഹൈൽ ഖുറൈശി ഇത്ര ലേറ്റ് ആയിട്ടും വീട്ടിലോട്ട് വന്നിട്ടില്ല. സാധാരണ ആ ഒരു പയ്യന് ഇത്രയും വൈകാത്തതാണ്. വൈകുന്നുണ്ടെങ്കിൽ തന്നെ ഫോൺ വിളിച്ച് പറയാറുള്ളതാണ്. ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യനൊന്നും പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫും ആണ്. അങ്ങനെ ആ ഒരു സ്ത്രീ വന്നിങ്ങേറ്റ് ഈ ഒരു ഫരീദയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പയ്യൻ വന്നോളും, 10-17 വയസ്സായല്ലോ, ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്ത്രീയെ സമാധാനിപ്പിക്കുകയാണ്. അവരും ആ ഒരു സ്ത്രീയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെയും ഒരു 1/4 മണിക്കൂറൊന്നും കഴിഞ്ഞിട്ടും ഈ ഒരു എന്താ പറയുക സുഹൈലിൻ്റെ യാതൊരു അഡ്രസ്സും ഇല്ല. അങ്ങനെ അയൽവാസിയായിട്ടുള്ള സ്ത്രീ തൻ്റെ ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് വന്നു. നിങ്ങൾ പേടിക്കേണ്ട, ആ പയ്യൻ വന്നോളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴത്തേനും ഇവർ വീണ്ടും കരയാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേനും ബാക്കിയുള്ള നൈബേഴ്സൊക്കെ അങ്ങോട്ട് കൂടി. അതേപോലെ തന്നെ ഈ ഒരു വിവരവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിങ്ങായിട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ഇവരുടെ ചില റിലേറ്റീവ്സ് കൂടെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ ഈ ഒരു ഫരീദ ഖാത്തൂൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു മകനും ഒരു മകളും. അപ്പോൾ ഇവരും ഇവരുടെ ഹസ്ബൻഡും പിരിഞ്ഞായിരുന്നു താമസിച്ചിരുന്നത്. ഇവരൊരു നേഴ്സായിരുന്നു. അപ്പോൾ കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇവർ 2 കുട്ടികളെയും പഠിപ്പിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ. ഈ ഒരു സുഹൈലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിങ്ങിലെ മൂപ്പര് പഠിപ്പൊക്കെ നിർത്തി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കൂട്ടുകാരന്മാരെ കൂടെ കറങ്ങി നടക്കലായിരുന്നു ആളുടെ മെയിൻ പരിപാടി. വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 1-2 അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഹൈൽ കുറച്ച് ദിവസം പണിക്ക് പോകും. എന്നാൽ കുറച്ച് ദിവസം പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും മൂപ്പര് ആ പണിയൊക്കെ നിർത്തി വീണ്ടും കൂട്ടുകാരന്മാരെ കൂടെ കറങ്ങി നടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വീണ്ടും കുറേ ദിവസമൊക്കെ കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ അടി ഉണ്ടാകുമ്പോൾ വീണ്ടും പണിക്ക് പോകും. ഇതായിരുന്നു ആ ഒരു പയ്യൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി അതിൽ ചിലർ ബൈക്കൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് സുഹൈലിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അതേപോലെ തന്നെ സുഹൈലിൻ്റെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ് ആരും തന്നെ ആ ഒരു പയ്യനെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അവിടെ ഇവിടെയൊക്കെ കണ്ടു എന്നുള്ളത് ചില ഫ്രണ്ട്സ് പറഞ്ഞിരുന്നുണ്ടെങ്കിലും അതിനുശേഷം ആ ഒരു പയ്യൻ എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഇവർക്ക് ലഭിച്ചില്ല. ഫരീദ അപ്പോഴത്തിന് തനിക്കറിയാവുന്ന സുഹൈലിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ സുഹൈൽ എവിടെ പോയെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരവരുടെ റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് ചോദിക്കുകയാണ് ഇനി എങ്ങാനും ആ പയ്യൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ തന്നോട് പറയാതെ ആ പയ്യൻ തൻ്റെ അച്ഛനെ കാണാനായിട്ട് പോയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഫരീദ തൻ്റെ ഉപേക്ഷിച്ച ഹസ്ബൻഡിനെ വരെ വിളിച്ച് ചോദിച്ചു മകൻ അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ആൾക്കും ഈ ഒരു സുഹൈൽ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ സുഹൈൽ എങ്ങോട്ടാണ് പോയത്? ഈ സുഹൈലിന് എന്താണ് സംഭവിച്ചത്? സുഹൈലിനെ കണ്ടെത്തിയോ ഇല്ലയോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. ഈ ഒരു സുഹൈലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു പ്രശ്നക്കാരനാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കൂട്ടുകാരന്മാരെ കൂടെ കറങ്ങി നടന്ന് ഓരോരോ അലമ്പുകൾ കുപ്പിക്കലാണ് മൂപ്പരുടെ മെയിനായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് ആ ഒരു പയ്യൻ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും എത്തുമെന്നായിരുന്നു അവിടെ കൂടിയിരുന്ന ആളുകളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോഴത്തേനും എന്താ പറയുക നൈബേഴ്സും അതേപോലെ തന്നെ ചില റിലേറ്റീവ്സും എല്ലാവരും ഫരീദയുടെ വീട്ടിലോട്ട് വരികയാണ്. അവരെല്ലാവരും സുഹൈലിനെ അന്വേഷിച്ചിറങ്ങുകയും ചെയ്തു. അതേപോലെ തന്നെ സുഹൈലിന് ഒരുപാടധികം ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ കണ്ടു ചോദിച്ചു. അപ്പോൾ ചില ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു രാവിലെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ചു നേരം സംസാരിച്ചു, അതിനുശേഷം എവിടാണ്ട് പോവാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സുഹൈൽ പോയതാണ്, പിന്നെ അവനെ കണ്ടിട്ടില്ല എന്നുള്ള നിലക്കായിരുന്നു ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് റിപ്ലൈ കിട്ടിയത്. ആകെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഫരീദയുടെ റിലേറ്റീവ്സിനും അറിയില്ല, അതേപോലെ തന്നെ അവിടെയുള്ള നൈബേഴ്സിനും അറിയില്ല, അതേപോലെ തന്നെ സുഹൈലിൻ്റെ ഫ്രണ്ട്സിനും അറിയില്ല സുഹൈൽ എങ്ങോട്ടാണ് പോയതെന്നുള്ളത്. ആ ഒരു പയ്യൻ ടോട്ടലി മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഒരു പാതിരാത്രി സമയമായി. ഇനിയും വൈകിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാകില്ല എന്ന് അതേപോലെ അവിടെ കൂടിയ ആളുകൾക്ക് തോന്നുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഫരീദയും അതുപോലെ തന്നെ കുറച്ച് റിലേറ്റീവ്സ് എല്ലാവരും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എന്നിട്ട് കാര്യങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. പോലീസുകാർ നോക്കുമ്പോൾ 17 വയസ്സുള്ള പയ്യനാണ്. അതേപോലെ തന്നെ കൂട്ടുകാരന്മാരെ കൂടെ കറങ്ങി നടക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലൊക്കെയാണ് മൂപ്പരുടെ മെയിൻ പരിപാടി. സോ വീട് വിട്ട് ഓടിപ്പോയതായിരിക്കുന്നായിരുന്നു അവർ ചിന്തിച്ചത്. അവർ ഈ ഒരു ഫരീദയെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു ഈ പയ്യൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും, വല്ല അജ്മീർ ദർഗയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയെ പറഞ്ഞയക്കുകയായിരുന്നു.
അപ്പോൾ അവർ 1-2 ദിവസമൊക്കെ അന്വേഷിച്ചു. ആ ഒരു പയ്യനെ കുറിച്ച് ഇങ്ങോട്ട് വലിയ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് കിട്ടിയില്ല. അങ്ങനെ അവർ ആ ഒരു കേസ് ഉപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു. പോലീസുകാർ ആ ഒരു കേസ് മറന്നു. നൈബേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോയി. എന്നാൽ തൻ്റെ മകനെ കാണാനില്ലാത്ത ആ ഒരു കാര്യത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരിക്കലും പുറത്തു വരാൻ സാധിക്കാത്ത ഒരാളുണ്ടായിരുന്നല്ലോ, ഈ പയ്യൻ്റെ അമ്മയായിട്ടുള്ള ഫരീദ ഖാത്തൂൻ. അപ്പോൾ അവർ ഒരു 10-20 ദിവസം വീടിൻ്റെ അകത്തിരുന്ന് കരഞ്ഞു. എന്നിട്ട് അവർ തന്നെ ചിന്തിക്കുകയാണ്, ഇനി എന്നെ രക്ഷിക്കാനായിട്ട് ആരുമില്ല, ഇനിയിപ്പോൾ എൻ്റെ മകനെ കണ്ടുപിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങണമെന്ന് അവർ തീരുമാനിച്ചുകൊണ്ട് അവർ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്, തൻ്റെ മകനെ അന്വേഷിച്ചുകൊണ്ട്. അവരാദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഹേലിൻ്റെ ഓരോരോ ഫ്രണ്ട്സിനെ പോയി കാണുകയാണ്. അതായത് കോൾ ചെയ്തു, പല ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി, അങ്ങനെ പല പല സുഹൃത്തുക്കളെ കണ്ടു, സുഹേലിനെ കണ്ടു, ആ ഒരു പയ്യൻ ആ ദിവസം എവിടെയായിരുന്നു പോയിരുന്നതെന്ന് അറിയുമോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അത് ഒരുപാട് നാളുകൾ അവരിതിൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ്. എന്തായാലും തൻ്റെ മകനെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഈ ഒരു അന്വേഷണം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആ ഒരു അമ്മ മകനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായത്. അങ്ങനെ 5 മാസങ്ങൾ കഴിഞ്ഞു. അപ്പോഴും ഈ ഒരു അമ്മ പഴയതുപോലെ തന്നെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ യാതൊരു ക്ലൂവും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 5 മാസങ്ങൾക്കപ്പുറം അവർക്ക് ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത് ഈ ഒരു കേസിൽ. അതായത് ഇവരൊരു ഫംഗ്ഷന് പോയതായിരുന്നു. ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് സുഹേലിൻ്റെ പഴയൊരു ഫ്രണ്ടിനെ കാണുകയാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ ആ ഒരു പയ്യൻ്റെ അടുത്ത് നിന്നിട്ട് ഈ ഒരു അമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതായത് നീ സുഹേലിനായിട്ട് പഠിച്ചതല്ലേ, സുഹേൽ എവിടെ പോയെന്നറിയോ, നിന്നെ വിളിച്ചിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ ഒരു പയ്യൻ പറഞ്ഞു, അമ്മ ഞാനും സുഹേലും തമ്മിൽ അങ്ങനെ വലിയൊരു കമ്പനിയൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നു, അറിയാം, ഇടയ്ക്ക് വല്ലയിടത്തൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ കണ്ടു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നുമില്ല എന്നുള്ള കാര്യം ആ ഒരു പയ്യൻ ഈ ഒരു ഫരീദയുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഈ പയ്യൻ സുഹേൽ ഖുറൈശിയുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവരെ പോയി കണ്ടോ, ഇവരോട് ചോദിച്ചോ എന്നൊക്കെ ഈ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, അവരെ കണ്ടു, എല്ലാവരെയും കണ്ടു, സംസാരിച്ചു, അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഷബീർ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ കാര്യം ഈ ഒരു സ്ത്രീയുടെ അടുത്ത് പറയുന്നത്. ഇല്ല, ഷബീറിനെ കുറിച്ച് അറിയില്ല എന്നുള്ളത് ഫരീദ പറഞ്ഞപ്പോൾ ഈ ഒരു പയ്യൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ്. ഈ ഒരു ഷബീറിനെയും കാണാതായിട്ടുണ്ട്. അതായത് കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് ഈ ഒരു പയ്യനെയും കാണാനില്ല എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവൻ്റെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്നുള്ള രീതിയിൽ ആ ഒരു പയ്യൻ ഫരീദയുടെ അടുത്ത് പറയുകയായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ ഫരീദ ഖാത്തൂൻ ആകെപ്പാടെ ഷോക്കാവാണ്. തൻ്റെ മകനെയും അതുപോലെ തന്നെ വേറൊരു പയ്യനെയും ഏകദേശം ഒരേ സമയത്ത് കാണാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് കൂടെ ആണെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ഈ ഒരു ഷബീറിൻ്റെ വീട്ടിലോട്ട് ഈ ഒരു ഫരീദ പോവുകയാണ്. അവിടെ ഷബീറിൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പയ്യൻ്റെ പേര് പറഞ്ഞപ്പോൾ തുടങ്ങി, അവൻ എവിടെ വേണാവോ, അവൻ എവിടെയെങ്കിലുമൊക്കെ പോട്ടെ, അവനെ കൊണ്ട് എന്തായാലും വീട്ടിലൊരു ഉപകാരവും ഇല്ല, അതേപോലെ തന്നെ നാടിനൊരു ഉപകാരവും ഇല്ല, ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണെന്നുള്ള രീതിയിൽ ഈ ഒരു ഷബീറിൻ്റെ അമ്മ ആ ഒരു പയ്യനെ കുറിച്ച് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക സുഹേലിൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുകയായിരുന്നു. അപ്പോൾ ഇവർ ഈ ഒരു ഷബീറിനെ എപ്പോഴാണ് കാണാതായതെന്ന് ചോദിച്ചു. അപ്പോഴും ആ ഒരു സ്ത്രീക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മകൻ ഇതേപോലെ തന്നെ ഓടിപ്പോയി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കുകയായിരിക്കും എന്നുള്ളൊരു തരത്തിലായിരുന്നു. എപ്പോഴാണ് ഷബീറിനെ കാണാതായതെന്ന് ചോദിച്ചപ്പോൾ ഷബീറിൻ്റെ അമ്മ പറഞ്ഞു ഏകദേശം ഒരു ഏപ്രിൽ പകുതി ടൈമിലാണെന്നുള്ളത്. ഇതുകൂടെ കേട്ടപ്പോൾ ഫരീദ ആകപ്പാടെ എന്തോ പോലെയായിപ്പോയി. അതായത് തൻ്റെ മകനെയും ഇവരുടെ മകനെയും ഒരേ സമയത്താണ് കാണാതായിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതായിരിക്കാം എന്നുള്ളൊരു കാര്യം ഈ ഒരു ഫരീദ നേരെ ഈ ഒരു ഷബീറിൻ്റെ അമ്മയോട് പറയുകയാണ്. അപ്പോഴാണ് കാര്യത്തിൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു ഫരീദ നോക്കുന്ന സമയത്ത് ഇത്രയും കാലമായിട്ട് ഇവർ ഷബീറിനെ അന്വേഷിച്ചിട്ടുമില്ല, ഇനി അങ്ങോട്ട് അന്വേഷിക്കുമോ എന്നുള്ള കാര്യവും സംശയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നേരെ ആ ഒരു പയ്യനുണ്ടല്ലോ, ഓൾറെഡി ഒരു ഷബീറിൻ്റെ കാര്യം പറഞ്ഞ പയ്യൻ, ആ ഒരു പയ്യനെ വീണ്ടും പോയി കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി സേഫായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു കോളെങ്കിലും തനിക്ക് ചെയ്യേണ്ടതാണ്. ഒരു സുഹേലിൻ്റെ സ്വഭാവം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും എന്തായാലും അവൻ വിളിക്കും. അപ്പോൾ അവൻ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്നുള്ളൊരു തോന്നലും ഇവർക്കുണ്ടായി. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും കേസിൽ വിട്ടിങ്ങിട്ട് വല്ല ജയിലിൽ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജയിലുകളും കാര്യങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി നോക്കിയപ്പോഴും ഇവർക്ക് അവിടെ നിന്നൊന്നും ഈ പയ്യന്മാരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. സോ ഈ ഒരു ഷബീറിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൂടുതലായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ മേ ബി ഇവരെങ്ങോട്ടാണ് പോയത്, എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു
ആ ഒരു ഷബീറിന്റെ വിവരം പറഞ്ഞ സുഹൃത്തിന്റെ അടുത്തോട്ട് ഈ ഒരു സ്ത്രീ നേരെ ചെന്നത്. ആ പയ്യൻ ഇങ്ങനെ സുഹേലിന്റെയും ഷബീറിന്റെയും ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയോടൊപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ചെല്ലാമെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു പയ്യനും കൂടെയും ഫരീദയുടെ കൂടെ പോവുകയാണ്. അപ്പോൾ ഇത്തവണ അവർ എന്താ പറയുക, ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ചോദിക്കുക മാത്രമല്ല ചെയ്തത്. ഈ ഒരു ഷബീറിനും അതുപോലെ തന്നെ സുഹേലിനും പരിചയമുള്ള വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെയും കുറേ ആളുകളുടെ അടുത്ത് ഇവർ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് വേറെ പ്രത്യേകിച്ച് ഒരു ഹോപ്പും ഇല്ലാത്തൊരു കേസിൽ ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് സുഹേലിൻ്റെയും ഷബീറിൻ്റെയും ഒരു കോമൺ ഫ്രണ്ടായിട്ടുള്ള സാമിനെ കുറിച്ചിട്ട് ഇവർ അറിയുന്നത്. ദീപക് വാൽമീകി എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. അപ്പോൾ സാം എന്നായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നേരെ സാമിൻ്റെ വീട്ടിൽ പോയി നോക്കുകയാണ്. അപ്പോൾ വീട് ലോക്ക്ഡ് ആയിരുന്നു. അങ്ങനെ ഇവർ നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു പയ്യനൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി. അതുപോലെ തന്നെ നൈബേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കുകയുണ്ടായി. ഈ ഒരു സാമിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, മുഹമ്മദ് ചൗധരി എന്നാണ് ആ ഒരു പയ്യൻ്റെ പേര്. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ചൗധരിനെയും കാണാനില്ല, അതേപോലെ തന്നെ സാമിനെയും കാണാനില്ല എന്നുള്ളൊരു കാര്യം നൈബേഴ്സ് പറഞ്ഞപ്പോൾ ഇവർക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. അങ്ങനെ ഇവർ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ രണ്ട് പയ്യന്മാർക്കെതിരെ തങ്ങൾക്ക് സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ നേരെ അവിടെ നിന്ന് ഈ ഒരു വാൽമീകിയുടെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ ലോക്ക്ഡ് ആയിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് ഒരു മുഹമ്മദ് ചൗധരിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ ഒരു ചൗധരിയും സാമും കൂടെയും എങ്ങോട്ടോ ട്രിപ്പ് പോയേക്കാണ്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമെന്ന് ഈ ഫാമിലി മെമ്പേഴ്സ് പറയുകയാണ്. അങ്ങനെ അവർ തിരിച്ചു വരുന്നത് വരെ പോലീസുകാർ വെയിറ്റ് ചെയ്തു. തിരിച്ചു വന്ന ആ ടൈമിൽ തന്നെ അവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും തന്നെ ആദ്യം പറഞ്ഞില്ല. ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഒരു കാഷ്വലായിട്ട് ഷബീറിന് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, സുഹേലിനെ അറിയാം, എന്നാലും അങ്ങനെ വലിയ ക്ലോസ് ഒന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു പോലീസിൻ്റെ അടുത്ത് സംസാരിച്ചത്. അതുപോലെ തന്നെ ഇവരെ കാണാതായതും തങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതും അവർ പോലീസിൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അങ്ങനെ പോലീസുകാർ ഇവർ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. പോലീസ് സ്റ്റൈലിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും ഇവർ പോലീസിൻ്റെ അടുത്ത് തുറന്നു പറയാനും തുടങ്ങി. ഈ സാമും അതുപോലെ തന്നെ ഈ ഷബീറിൻ്റെ സിസ്റ്ററും തമ്മിൽ ഒരു അഫെയർ ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു അഫെയറിനെ കുറിച്ച് കഴിഞ്ഞിട്ട് ഷബീർ അറിയുകയാണ്. അങ്ങനെ ഈ ഒരു സാമിനും ഷബീറിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഒരുപാടധികം അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പെങ്ങളെ നിലനിർത്തുന്നതിൻ്റെ പകരം ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങേറ്റ് അലമ്പുണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പോയിന്റിൽ ഇത് ശല്യം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഇവനെങ്ങനെയെങ്കിലും ഇല്ലാതാക്കാന്നുള്ളൊരു കാര്യം ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അതായത് ഈ ഒരു ചൗധരിയും അതുപോലെ തന്നെ സാമും കൂടെ ചേർന്നുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഈ ഒരു വിവരം ഈ ഷബീറിൻ്റെ അടുത്ത് പറഞ്ഞത് തന്നെ സുഹേലാണെന്നുള്ള കാര്യം ഇവരറിയുന്നത്. അപ്പോൾ നാട്ടിൽ വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും, എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഷബീർ ഇല്ലാതായി കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്നുള്ളൊരു ചിന്തയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവർ കറക്റ്റായിട്ട് ഒരു പ്ലാൻ പ്ലോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം ഇവർ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഷബീറിനെ വിളിക്കുകയാണ്. കുറച്ച് സംസാരിക്കാനുണ്ട്, അതുപോലെ തന്നെ 2 എണ്ണം അടിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചത്. ഈ ഒരു ഷബീർ സുഹേലിനെയും കൂട്ടിയിട്ടായിരുന്നു ചൗധരിയുടെയും സാമിൻ്റെയും അടുത്തോട്ട് പോയത്. അങ്ങനെ ഇവർ 4 പേരും കൂടെയും അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു കുളത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവരുടെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് അങ്ങോട്ട് പോയ ഒരു കുറ്റിക്കാടിൻ്റെ സൈഡിലിരുന്നിങ്ങായിട്ട് മദ്യപിക്കുകയായിരുന്നു. അപ്പോൾ ചൗധരിയും അതുപോലെ തന്നെ സാമും വലിയ കാര്യമായിട്ട് മദ്യപിച്ചില്ല. ഇവർക്ക് 2 പേർക്കും നല്ല പോലെ മദ്യം ഒഴിച്ചു കൊടുത്ത് ഇവർ 2 പേരും ലെക്ക് കെട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. അപ്പോഴാണ് ഈ ഒരു സാമും അതുപോലെ തന്നെ ചൗധരിയും ഇവരെ 2 പേരെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ആ ഒരു ഏരിയയിൽ തന്നെ, അതായത് കുളത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു കാട് പിടിച്ചൊരു ഏരിയ ഉണ്ട്, അവിടെ തന്നെ കുഴി തോണ്ടി ഇവർ 2 പേരെയും കുഴിച്ചിട്ടതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയായിരുന്നു. പിന്നീടുള്ള ക്വസ്റ്റ്യൻ ചെയ്യലിൽ കറക്റ്റ് സ്ഥലവും കാര്യങ്ങളും പോലീസിന് ഇവർ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവിടെ പോലീസുകാർ ഡിഗ് ചെയ്ത് നോക്കിയപ്പോൾ 2 സ്കെലറ്റൻ അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. അത് DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്ന സമയത്ത് അത് സുഹേലിൻ്റെയും ഷബീറിൻ്റെയും സ്കെലറ്റൻ ആണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവസാനം ഈ ഒരു കേസിൽ സാമും ചൗധരിയും ജയിലിലാവുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫരീദ എന്ന് പറയുന്ന സുഹേലിൻ്റെ അമ്മ അവരായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കേസ് സോൾവ് ആയത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടധികം കോൾഡ് കേസ് കിടക്കുന്നത് പോലെ ഈ ഒരു കേസും ആരും അറിയാതെ മൺമറഞ്ഞു പോയതെന്നാണ് എനിക്ക് തോന്നിയത്.
അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.